സ്റ്റുഡിയോ ടൂറിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ബസ്സെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ബസ് കാണുന്ന സ്റ്റോപ്പിലേക്ക് വന്നു. ഇവിടെ ക്യൂ നിന്നാൽ മാത്രമാണ് ബസ്സിലേക്ക് നമ്മൾ ആളുകൾ കയറ്റുന്നത്. Good afternoon, everyone. Welcome to the world's largest film studio complex, Ramogi Film City. My name is Rojanite and I'm അപ്പോൾ നമ്മുടെ ബസ്സിലെ യാത്ര ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോയുടെ ഉള്ളിലൂടെ തന്നെയാണ് പോകുന്നത്. അതായത് മിക്ക സിനിമകളുടെയും ലൊക്കേഷനുകൾ പല രാജ്യങ്ങളുടെ മാതൃകയിലെല്ലാം തന്നെ, അതുപോലെ പല സംസ്ഥാനങ്ങളുടെ മാതൃകയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ റാമോജി ഫിലിം സിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോയാണ്. ഏകദേശം 2000 ഏക്കർ ആണിത് വ്യാപിച്ചു കിടക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ബസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റുഡിയോ ടൂറിലൂടെ തന്നെയാണ് ഈ ഏരിയ മൊത്തം കാണാൻ കഴിയുള്ളൂ. ഇത് ഗിന്നസ് റെക്കോർഡ് തന്നെ ലഭിച്ചിട്ടുണ്ട്, കാരണം അത്രയും വലിയ സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ. സ്റ്റുഡിയോ ടൂറിൻ്റെ ഏറ്റവും അട്രാക്ഷനായിട്ടൊരു ഭാഗത്തോടെയാണ് നമ്മളിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുവശങ്ങളിലും മൂവി ലൊക്കേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ദിൽവാലെ സിനിമയുടെ ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈഡ് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മിക്ക സൗത്ത് ഇന്ത്യൻ മൂവികളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളാണ്. അതായത് ചെന്നൈ എക്സ്പ്രസ്, അതുപോലെ ചന്ദ്രമുഖി തുടങ്ങിയ മിക്ക സിനിമകളുടെയും ലൊക്കേഷനുകളാണ് നമ്മൾ ഈ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പല സിനിമകളുടെയും മൂവിയുടെ ആ കഥകൾക്കനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവരിത് സെറ്റ് ചെയ്യുന്നത്. without committing any crimes, everyone welcome to Central Jail. We are going to Central Jail now. Yes. അടുത്ത ഈ സ്റ്റുഡിയോ ടൂറിൽ ജയിലിൻ്റെ സെറ്റിലേക്കാണ് പോകുന്നത്. അതായത് ഒരു ജയിൽ സ്റ്റുഡിയോയാണത്. അപ്പോൾ ഇതിനകത്ത് മിക്ക സിനിമകളിലും തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ജയിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ സിനിമകൾക്കും വേണ്ടിയും വ്യത്യസ്തമായിട്ടാണ് സെറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ സെറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു ജയിലിൻ്റെ ആംബിയൻസാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ സെല്ലിൻ്റെ അകത്തു നിന്ന് കരച്ചിൽ, അതുപോലെ തന്നെ ഷൗട്ടിങ്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും. പെട്ടെന്ന് നമുക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സിനിമയിൽ, അതായത് നമ്മൾ മൂവിയിലൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ ജയിലിൻ്റെയൊക്കെ ഒരു ആംബിയൻസൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവിടെ അവർ സെറ്റ് ഇട്ടിരിക്കുന്നത്. അടുത്ത നമ്മളുടെ യാത്ര വലിയ ഗ്രീൻ സ്ക്രീൻ സ്റ്റുഡിയോകളുടെ മുന്നിലൂടെയാണ്. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറി നമുക്കിതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല, കാരണം മിക്ക സ്റ്റുഡിയോകളിലും ഷൂട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഹുബലി 1, ബാഹുബലി 2, അതുപോലെ തന്നെ RRR, അതുപോലെ ഇന്ത്യൻ സിനിമ, അതുപോലെ തന്നെ മിക്ക ബ്രഹ്മാണ്ഡ മലയാളം സിനിമകളും, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമകളിലെ എല്ലാം തന്നെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഗ്രീൻ സ്ക്രീൻ സ്റ്റുഡിയോയാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെല്ലാം മൂവികളാണ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബാഹുബലിയും RRRഉം, അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ, അതായത് ഇന്ത്യൻ 1, ഇന്ത്യൻ 2, അതിനകത്തെ കുറേ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ റാമോജി സ്റ്റുഡിയോയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളുടെ സെറ്റുകളെല്ലാം തന്നെ ഇവിടെയാണെന്നാണ് നമുക്ക് ഈ ബസ്സിനകത്ത് നമുക്കൊരു ഗൈഡുണ്ട്, അയാളെല്ലാം ഇത് വിശദീകരിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് രാമായണം, അതുപോലെ തന്നെ മഹാഭാരതമൊക്കെ എടുക്കുന്ന ഒരു സെറ്റാണ്. ആ സെറ്റിൽ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ചെന്നൈ എക്സ്പ്രസ്സിലൊക്കെ ഇടുന്ന ഷോട്ട് എടുക്കണേക്ക് ഇവിടെ അതേ ഉണ്ടോ.
ചെയ്ത് രാമോജി രാവിലെ അത്രമേൽ സ്പെൽ ബൗണ്ട് ആയി അതിലൊന്ന് കണ്ടക്ടർ ശ്രമിക്കാറ് ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്താൽ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മാതൃകയാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാളമൊന്നുമല്ല, ടയറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, പാളമില്ല, ശ്രദ്ധിച്ചോ, പാളമില്ല, കണ്ടോ. അതെ, ടയറാണ് അതിനുമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. മൈസൂരു. അതെ, ഇവിടെ കയറാമോ? ശരിക്കും ജഗദേവപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ വന്ന ട്രെയിനിൽ ഇതിനകത്തൊക്കെയാണ് ഈ പിച്ചകപ്പൂ കാവുകൾക്കും ഒപ്പം നമ്മൾ ഷൂട്ടൊക്കെ എടുക്കുന്ന ഇതുപോലത്തെ സെറ്റുകൾ. തെന്നി വീഴാതെ തന്നെ കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പക്ക റെയിൽവേ സ്റ്റേഷൻ്റെ ആംബിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രെയിനിൽ ടയറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പാളമൊന്നുമില്ല. പ്ലാറ്റ്ഫോമിലേക്ക് ചേർന്ന് തന്നെ ട്രെയിൻ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒറിജിനൽ ട്രെയിൻ കിടക്കുന്ന അതേ ഫീലിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ഫോട്ടോസൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ രാമോജിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സെറ്റാണിത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞു. അതായത് നിസ്സാരം 1, 2, 3, 4 ബോഗിയാണ് ഇവിടെ ഉള്ളത്. ഒരു പഴയ ടൈപ്പ് എഞ്ചിനും ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും ഇവിടെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സെറ്റെല്ലാം കറക്റ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല ഭംഗി ആയിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ആണെന്നുള്ള അതേ രീതിയിലുള്ള കോപ്പി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അതെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബാഹുബലിയുടെ ഷൂട്ട് ചെയ്ത സെൻട്രൽ ജയിൽ കണ്ടു. ഇനി നമ്മൾ ബാഹുബലിയുടെ ലൊക്കേഷൻ അത് ഷൂട്ട് ചെയ്ത ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാമോജിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാഹുബലിയാണ്. മരക്കാറും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്.